നാട്ടിലെത്തി, കോഴിക്കോടെത്തി. ചാക്ക് ഞാൻ പറഞ്ഞ ചാക്കിനുള്ളിൽ അയാള് 1.5 ലക്ഷം രൂപയുടെ സാധനം ഇട്ടിട്ട് വന്നിട്ടില്ല. പോയിട്ടുണ്ട്. അല്ല വേഗം എന്തോ പോയിട്ടുണ്ട്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമുക്ക് ഈ വീഡിയോ എ ഡേ വിത്ത് മൈ പാരൻസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ഹോം എന്ന് കൊടുക്കാം, അതും അല്ലെങ്കിൽ 1 മാസത്തിന് ശേഷം കോഴിക്കോട്ടിലേക്ക് എന്നും കൊടുക്കാം. ഏത് ടൈറ്റിൽ ആണെങ്കിലും ഈ വീഡിയോക്ക് വേണ്ടി കൊടുക്കാം. കാരണം ഇതെല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു വീഡിയോ ആണിത്. 1 മാസമായി കൊച്ചിയിലെത്തിയിട്ട് അച്ഛനെ അമ്മേനെ കണ്ടിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട്. അപ്പം ഇതെല്ലാം ഇന്ന് തീർക്കുകയാണ്. 1 മാസത്തിന് ശേഷം വീട്ടിലേക്ക് പോവാണ്. അച്ഛനെ അമ്മേനെയും കാണാം, കോഴിക്കോട് പോകണം. പക്ഷേ സ്റ്റേ ഒന്നുമില്ല, നന്നായിട്ട് തിരിച്ചു വരും. അപ്പം നമുക്ക് കോഴിക്കോട് എത്തിയിട്ട് കാണാം. ഗുഡ് മോർണിംഗ്. കറക്റ്റ് 4 മണി. ഗായ്സ്, അങ്ങനെ അത് നീണ്ട യാത്രയ്ക്ക് ശേഷം ഞാൻ നാട്ടിലെത്തി, കോഴിക്കോടെത്തി. ഗായ്സ്, അങ്ങനെ കുറച്ചധികം ദൂരം ട്രാവൽ ചെയ്തിട്ട് ഞാൻ എൻ്റെ നാട്ടിലെത്തി. ഞാനൊരു ഇടവഴി കൂടെ എൻ്റെ വീട്ടിലേക്കുള്ള ഷോർട്ട് കട്ട് വഴിയാണ് പോകുന്നത്. അമ്മയ്ക്ക് വലിയ ക്ലിയർ ആയിട്ട് അറിയില്ല ഞാൻ വരുന്ന കാര്യം. അച്ഛന് സൂചന ഒന്നും കൊടുത്തിട്ടില്ല. ഞാൻ ഈ വഴി കാണിച്ചിടാതെ ഭയങ്കര നല്ല രസമാണ്. ഇത് ഈ ഒരു ആംബിയൻസ് കാണുമ്പം കാവാന്നൊക്കെ തോന്നും. പക്ഷേ ഞങ്ങൾ നാട്ടുകാർ കുറച്ച് ഈസി ആയിട്ട് റോഡിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഇത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ വഴി ചൂസ് ചെയ്തു. ഇതാകുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. നമുക്ക് പോരെ, നല്ല രസമല്ലേ, കൊള്ളാല്ലേ. ഞാനങ്ങനെ 1 മാസത്തിന് ശേഷമാണ് കോഴിക്കോട്ടേക്ക് വരുന്നത്. കറക്റ്റ് പറഞ്ഞാൽ 33 ദിവസത്തിന് ശേഷം. ഇത്രയും ദിവസം 33 ദിവസമാണ് കണ്ടിന്യൂസ് ആയിട്ട് അച്ഛനെയും അമ്മേനെയും കാണാതെ നിന്നിട്ടുണ്ടാവില്ല. കാരണം ഞാൻ കോഴിക്കോട് തന്നെയാണ് കല്യാണം കഴിച്ച് ആലപ്പുഴ പോയിട്ടുണ്ടെങ്കിലും 1 മാസം കണ്ടിന്യൂസ് എനിക്ക് അവിടെ നിൽക്കേണ്ടി വന്നിട്ടില്ല. അപ്പോഴത്തേക്കും പിന്നെയും വർക്കുള്ളതുകൊണ്ട് ഇവിടേക്ക് ഷിഫ്റ്റ് ആവും. ഇതാണ് എൻ്റെ വീട്ടിലേക്കുള്ള മെയിൻ വഴി. ഇവിടെ ഇടേൻ്റെ അടുത്ത് ദിസ് ഈസ് മൈ ഡാഡി. സുഖമില്ലാത്ത ഡാഡി. ദിസ് ഈസ് മൈ മമ്മി. ഞാൻ എങ്ങനെ എൻ്റെ വീട്ടിലെത്തി. ഞാൻ ആദ്യം കുളിച്ച് ഫ്രഷ് ആവട്ടെ. ഫുഡ് കഴിക്കണം. അമ്മയുടെ ഫുഡ് കഴിക്കും. അമ്മ നല്ല രീതിക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ് നിന്ന്. പക്ഷെ ഇപ്പം കാട് പിടിച്ചു. ഞങ്ങളുടെ എത്തിയ സമയത്ത് തന്നെ മഴ പെയ്യും. കക്കിരി കുക്കുമ്പറിൻ്റെ ഉള്ളിൽ ആ പോഷൻ മാത്രം അച്ഛന് തുറക്കാൻ പറ്റില്ല. അച്ഛന് പുറത്തുള്ള അത് മാത്രമേ കഴിക്കാൻ പറ്റൂ. മമ്മി, ഞാൻ എറണാകുളത്തെ ഫുഡിൻ്റെ ബുദ്ധിമുട്ട് പറഞ്ഞതുകൊണ്ട് അമ്മ എനിക്ക് അരി വറുത്ത് പൊടിച്ച് തരാം. അപ്പം നമുക്ക് അമ്മേനെ മിക്സ് ചെയ്യുന്ന സമയത്ത് ചരി വറുത്ത് പൊടിച്ച് കഴിക്കുന്ന സമയത്ത് ഒരു ഇത് വരുമല്ലോ സുഖം. പിന്നെ ഇത് ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറച്ച് ചായയോ പാൽച്ചായ വേണമല്ല, കട്ടൻ ചായയോ ചൂടുവെള്ളമോ ഒഴിച്ച് കഴിക്കാം. പിന്നെ ഒന്ന് വയറൊറ്റാകുമ്പോൾ ഒന്ന് ഒരു ഫുഡിനോട് വരെ ഭയങ്കര മടുപ്പാണല്ലോ എനിക്ക് അവിടുന്ന്. അതൊക്കെ വരുന്ന സമയത്ത് കയ്യാണ ഞാൻ വരുന്ന സമയത്ത് എടുത്തു വെക്കാമെന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ അപ്രതീക്ഷിതമായി വന്നതുകൊണ്ട് നമ്മൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് ഞാൻ 2 മാസം കഴിഞ്ഞിട്ട് വരുന്നത്. പോണ ഞാൻ 2-3 മാസം കഴിഞ്ഞിട്ട് വരാം. എന്നിപ്പം മര്യാദയ്ക്ക് കണ്ണ് നിറച്ച് കണ്ടു തന്നെ കഴിച്ചിട്ട് പോവാന്ന് കരുതിയിട്ട് മീൻ പൊരിച്ചതും ചോറും ഒക്കെ സെറ്റാക്കി വെച്ചിട്ട് ഇപ്പം ആ നെത്തിൽ എന്താക്കുമെന്നാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ മാർക്ക്. എൻ്റെ ഐഡിയ ഉണ്ടോ? അമ്മ പറഞ്ഞ് പാക്കറ്റിൽ ഇങ്ങനെ പാത്രത്തിലായി കൊണ്ടുപോയിട്ട് നൈറ്റ് കഴിക്കുന്ന എവിടെന്നെങ്കിലും കൂട്ടി കഴിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആക്കണോ, അല്ലെങ്കിൽ ഒരു ചോറും കൂടി നിറച്ച് വന്ന് കഴിച്ചിട്ട് ചോറും നെത്തലും കഴിക്കണോ? ഇറങ്ങാല. ഞാൻ ഡ്രസ്സ് മാറി
ഇത് കണ്ടിട്ട് ഡ്രസ്സ് മാറിയ പോലെ ഫീൽ അമ്മ നെത്തല് വരച്ചോണ്ടിരിക്കാം. എന്താ ചെയ്യേണ്ടത്? നെത്തല് പാക്ക് ചെയ്യാ അല്ലേ? എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നാളെ കഴിക്കാൻ പറ്റുമോ? എന്താ പ്രശ്നം? എന്താ ചെയ്യാന്ന് അറിയില്ല. ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കിയത്. എനിക്ക് അവിടെ ഇട്ടിച്ച് പോയാനും തോന്നുന്നില്ല. ഞാൻ അങ്ങനെ മണത്ത് ഇങ്ങനെ തിന്നുന്നുണ്ട്. 2-3 എണ്ണൊക്കെ തിന്നുള്ളൂ. പക്ഷെ എനിക്ക് ചോറിന്റെ കൂടെ അങ്ങനെ എന്തെങ്കിലും കൂടെ തിന്നാ ഞാൻ എങ്ങനെ കഴിക്കും? വണ്ടിക്കകത്തിരുന്ന് കഴിക്കാം. നമ്മളെ വണ്ടിയല്ലല്ലോടാ, അത് കേടാക്കാൻ പറ്റില്ല. നമ്മളെ വണ്ടിയാണ്. എനിക്ക് ഫ്രീഡത്തോടെ കഴിക്കാറുണ്ട്. ആ നേട്ടാ വരും. എനിക്ക് എന്നോട് പറഞ്ഞിരുന്ന അമ്മയൊക്കെ മാറ്റി വരെ. അരുൺ ഇവിടെ ഉണ്ടമ്മേ. അരുൺ ഇങ്ങോട്ട് വരണ്ടേ? അവൻ ഒരുത്തം അവിടെ വേറൊരാളെ കാണണമെന്ന് പറഞ്ഞ അവിടെ മിൽമയുടെ അവിടെ അല്ല ഞങ്ങൾ താമസിക്കുന്ന വിചാരിച്ചേ. ഇപ്പൊ എല്ലാം കഴിഞ്ഞ് കാണേണ്ട ഒരു 2 പേരെ കാണാൻ പറ്റിയില്ല. അപ്പൊ അവര് കുറച്ചു നേരം ഞങ്ങളെ പിടിച്ച് നിർത്തി പോസ്റ്റാക്കി. അവരെ 2 പേരെ കാണാൻ പറ്റിയില്ല, ഇതുവരെ കണ്ടില്ല. അപ്പം നെത്തല് കൊണ്ടുപോയിട്ട് നാളെ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാമെന്നായിരുന്നു. എനിക്കിതിവിടെ ഉപേക്ഷിച്ച് പോകാൻ പറ്റുന്നില്ല. എനിക്ക് വേണ്ടി പെട്ടെന്ന് മീനൊക്കെ നന്നാക്കി എടുത്തല്ലേ. ഞാൻ അടുത്ത മാസം നോക്കാട്ടാ. ഇന്നെന്താ വിളിക്കും? ഞാൻ വേറെ എന്തെങ്കിലും ഇത് കഴിച്ചാൽ ഞാൻ വേറെ എന്തെങ്കിലും കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവർ നിർബന്ധിച്ചത്. അതിൻ്റെ അരിയാണല്ലോ. അങ്ങനെ ഇന്നത്തെ എൻ്റെ ഒരു ഡേ കംപ്ലീറ്റ് കഴിഞ്ഞു. ഒരു മാസത്തിന് ശേഷം ഞാൻ അച്ഛനും അമ്മയും കണ്ട്. അവരും ഭയങ്കര ഹാപ്പിയാണ്. വയ്യാതിരിക്കുന്ന അച്ഛന് അസുഖം ഉണ്ടെന്ന് അച്ഛൻ മറന്നു പോയിട്ട് അച്ഛൻ നല്ല ആക്റ്റീവായിരുന്നു. അത് കാണുമ്പോൾ ഒരു സമാധാനം. അച്ഛൻ ആക്റ്റീവായി കാണുമ്പോൾ അമ്മയ്ക്കൊരു സമാധാനം. അവൻ ഭയങ്കര സമാധാനത്തോടെയാണ് ഞാൻ കോഴിക്കോട് നിന്ന് പോകുന്നത്. എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ. വണ്ടി